പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 27-ാം ദിവസം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിൻ്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെപ്പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധ അഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ എളിമയുടെ വസ്ത്രം അണിയാൻ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എളിമയോടുകൂടെ, താഴ്മയോടുകൂടെ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ സന്തോഷം കൊണ്ട് നിറയും. സങ്കീർത്തകന്റെ പ്രാർത്ഥന നമുക്കറിയാം. എളിയവൻ നിലവിളിച്ചു, കർത്താവ് ശ്രവിച്ചു. ദൈവം ഇറങ്ങി വരുന്നത് എളിയവന്റെ അടുത്തേക്കാണ്. എളിമപ്പെട്ട പരിശുദ്ധ കന്യകാ മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവളിൽ ആവസിച്ചു. നാം എളിമപ്പെടുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നു. അവിടുത്തെ സന്തോഷം നമ്മളിൽ അവിടുന്ന് നിറയ്ക്കുന്നു. വചനം നമ്മോട് പറയുകയാണ്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും എന്ന്. ദൈവകൃപയ്ക്ക് നാം പാത്രീഭവിക്കുവാൻ നാം എളിമപ്പെടണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ സന്തോഷങ്ങളുടെയും പിന്നിൽ എളിമയുടെ അഭിഷേകമുണ്ടെന്ന് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആയതിനാൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് പറയാൻ, അപ്രകാരമുള്ള എളിമയുടെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടുത്തെ സാന്ത്വനം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഹൃദയത്തിൽ എളിമയുള്ളവരായി നമുക്ക് രൂപാന്തരപ്പെടാം. ദൈവത്തോട് നമ്മൾ ഹൃദയത്തിലുള്ള എളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കഴിവുകളിലും നമ്മുടെ പ്രൗഢിയിലും പ്രമാണിത്വത്തിലും ആശ്രയിച്ചാൽ അത് നമുക്കൊരിക്കലും നിത്യസന്തോഷം നൽകുകയില്ല. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. അപ്പോൾ നമുക്ക് ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയുടെ നിറകുടമായ ദൈവമേ, ഹൃദയത്തിലുള്ള എളിമ ഞങ്ങളെ പരിശീലിപ്പിക്കുക. അങ്ങയുടെ അനുഗ്രഹം എളിമയുള്ളവരെ തിരയുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. അങ്ങയിൽ പൂർണ്ണമായി ശരണപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.